അവന്റെ പരിശുദ്ധമായ നാമങ്ങളാണ് കരുണ മാത്രമല്ല ഇതിലുള്ളത്, നിർഭയത്വം കൂടെയാണ്. ആ നാമങ്ങൾക്ക് മുമ്പുള്ള ബാലിനെ പുള്ളിയോടൊപ്പം ഒരു വെള്ളയുടെ അതിന്റെ കെഴുഭാഗത്തേക്ക് നോക്കിയാൽ അത് നമുക്ക് മദീന മുനവറയിലെ പച്ചപ്പുകയായി നമുക്ക് കാണാം. കാരണം ആ നാമങ്ങളുടെ പരമമായ ലക്ഷ്യവും അങ്ങ് മദീനയിൽ തന്നെയാണ്. നാം ഈ ലോകത്തിലെ കാരുണ്യമായി തന്നെ അത് പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്ത വരികളിൽ അക്ഷരങ്ങളിലൂടെ പ്രവാചക പ്രഭുവിനെ വർണ്ണിക്കുന്നത് നമുക്ക് കാണാം. സർവ്വമാനങ്ങളോടെ വിചാരിച്ചിട്ടുള്ളതാണ് മഹാനായ കവി വഴികളിലൂടെ ഉപദേശിച്ചത്. പക്ഷേ നൂറിന്റെ മന്ത്രവാദ്യം തുറന്നിട്ടല്ലാതെ ആ ആകാശത്തിന്റെ നാഥയിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല. ആ ഭാഗ്യം പോരാണ്. ആ മുഹമ്മദിയെ തിരിച്ചെടുക്കാതെ ആർക്കാണില്ലാതെ തിരഞ്ഞെടുക്കാൻ സാധ്യമാവുക. അതിലെ സൂഫി പ്രണയക്കാരുടെ പുതിയ നമ്മുടെ മനസ്സുകൾ
ഒരു ദോഷവും ചെയ്യാതെ എന്റെ ശരീരത്തിന്റെയും എന്റെ റോഹിന്റെയും അത് മുഹമ്മദിനെങ്കിൽ പിന്നെ അല്ലാഹു അല്ലാതെ ഈ ദുനിയാവിലുള്ള സർവ്വ സുഖങ്ങളും നിനക്കൊരു ആനന്ദവും ലഭിക്കില്ല. ആനന്ദം അത് എന്ന പരമാനന്ദത്തിൽ മാത്രമാണ്. എവിടെ നിന്നാണ് എവിടത്തേക്കാണ് നീ പോകുന്നത്? ഞാനെൻ്റെ വീട്ടിലാണ്. ഇതാണ്